നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ശബരിമല മേൽശാന്തിയായി കൊടകര വാസുപുരം മറ്റത്തൂർക്കുന്ന് ഏറന്നൂർ മലയിൽ ED പ്രസാദ് നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. രാവിലെ 8:15 ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പ് നടന്നത്. പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുത്തത്. നിലവിൽ ആറേശ്വരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം മേൽശാന്തിയാണ് പ്രസാദ് നമ്പൂതിരി. ശബരിമല മേൽശാന്തിയായതിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടെന്നും ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ശബരിമലയിൽ മേൽശാന്തിയാവുക എന്നതും ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും ED പ്രസാദ് നമ്പൂതിരി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചിരുന്നു. 2 തവണ കൊടുത്തിരുന്നു. 3ാമത്തെ തവണയാണ് ഇപ്പോൾ. ആദ്യത്തെ തവണ നറുക്കെടുപ്പിലുണ്ടായിരുന്നു, നറുക്കെടുപ്പിൽ കിട്ടിയില്ല. 2ാമത്തെ തവണ നറുക്കെടുപ്പിലെടുത്തു, മേൽശാന്തി എന്നുള്ളതുണ്ടായില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു ബാല്യകാലം തൊട്ട് എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു എൻട്രി? ഞാൻ 20ാമത്തെ വയസ്സിൽ ദേവസ്വം ബോർഡ് ശാന്തിക്കായിരുന്നു. ഞാൻ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, ITI മെക്കാനിക് കഴിഞ്ഞാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായില്ല, അപ്പോഴേക്കും ശാന്തി എന്നുള്ള രീതിയിൽ ഉഴപ്പി. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. വൈകാതെ തന്നെ അയ്യപ്പ സന്നിധാനത്തിലേക്ക് എത്തുമെന്നും പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. 3ാം തവണയാണ് ED പ്രസാദ് ശബരിമല മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പട്ടികയിൽ വരുന്നത്. നേരത്തെ ചോറ്റാനിക്കര മേൽശാന്തിയായിരുന്നു. കാവശ്ശേരി പരക്കാട്ടുകാവ് ക്ഷേത്രം തന്ത്രിയാണ്. മറ്റ് നിരവധി ക്ഷേത്രങ്ങളിലും തന്ത്രി ചുമതല വഹിക്കുന്നുണ്ട്. ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുപ്പിന് ശേഷം മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പും നടന്നു. മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം മയ്യനാട് 1000 തെങ്ങ് മുട്ടത്തുമഠം MG മനു നമ്പൂതിരിയെയാണ് തിരഞ്ഞെടുത്തത്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് സൂപ്പർ ടാലന്റ് കിഡ്സ് അവാർഡ് കരസ്ഥമാക്കിയ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് സ്വദേശി 3 വയസ്സുള്ള NS ശ്രീയാൻ കൃഷ്ണയെ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ആദരിച്ചു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ മുഖ്യാതിഥിയായിരുന്നു. ആശാ വർക്കർ ജോഷി ജോയ്, ജോസ് വെളിയത്ത്, TG ജോജോ, KV രവി എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 544-ൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള യാത്രാ ദുരിതവും സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം നടത്തിയ ഇടപെടലുകളെ അഭിനന്ദിച്ച് ഹൈക്കോടതി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രൂപീകരിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാലിക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയും ഉത്തരവിലുമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. ദേശീയപാതയിലെ യഥാർത്ഥ സാഹചര്യം വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ സമയാസമയങ്ങളിൽ സമർപ്പിക്കുകയും ദേശീയപാത അതോറിറ്റിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത കമ്മിറ്റിയുടെ പ്രവർത്തനം മികച്ചതാണെന്ന് കോടതി വിലയിരുത്തി. വിഷയത്തിൽ മേൽനോട്ടം വഹിക്കുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും ജില്ലാ കളക്ടറുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം യാത്രാസമയം 2-3 ഇരട്ടിയായി വർദ്ധിച്ചെന്നും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും ഒക്ടോബർ 16 അവസാനമായി സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. നിർമ്മാണ സ്ഥലങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത്, മുന്നറിയിപ്പ് ബോർഡുകളെയും വെളിച്ചത്തിന്റെയും അഭാവം, സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥ, തുടരുന്ന ഗതാഗതക്കുരുക്ക് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. ജൂൺ 12 ജില്ലാ കളക്ടർ ആദ്യ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് പാലിക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കളക്ടർ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുകയും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തി കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, RTOG അനന്തകൃഷ്ണൻ എന്നിവരാണ് ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ. RTO, പോലീസ് എന്നിവരുടെ സംഘം ദേശീയപാതയിലെ നിർമ്മാണ പുരോഗതി കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. യാത്രാ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ വെള്ളിയാഴ്ച കോടതി താൽക്കാലികമായി അനുമതി നൽകിയിരുന്നു. കേസ് നമ്പർ 3 വീണ്ടും പരിഗണിക്കും.
പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്ക്. മുപ്പിളിയം സ്വദേശി സെലീനയ്ക്കാണ് പരിക്കേറ്റത്. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സിഗ്നലിൽ നിർത്തിയിട്ടപ്പോൾ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്ക് വയോധികയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടത്തിന് ശേഷം ബൈക്ക് നിർത്താതെ പോയി. ബസ്സിൽ നിന്നിറങ്ങി മകളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. ഉടൻ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,995 രൂപയും പവന് 95,960 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.